ഫസ്റ്റ് ഒരു ഗ്ലിംസ് ഇതിൻ്റെ വന്നിരുന്നു. അത് ഭയങ്കര ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്ത. അപ്പോൾ അത് കഴിഞ്ഞപ്പം എനിക്ക് പേഴ്സണലി തോന്നിയത് ഇതെങ്ങനെ ഈ സിനിമ ഉടനീളം ഇങ്ങനെയാണെന്ന് ആൾക്കാർ വിചാരിക്കില്ലേ? സിനിമ ഉടനീളം ഇങ്ങനെ അല്ലല്ലോ. അങ്ങനെ വിചാരിച്ചിരുന്നത് അതിപ്പോൾ എന്ത് ചെയ്യും ആൾക്കാർ. അതിന് ശേഷമാണ് ഈ എക്സ്പെക്ടേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ഫോട്ടോ വരുമ്പോഴും പലതും ഫോഴ്സ്ഡ് ആണ്. അല്ലാതെ ഇടണമെന്ന് പ്ലാൻ ചെയ്തിട്ടോ നമുക്ക് ഇനി കുറച്ച് ഹൈപ്പ് കൂടണം അല്ലെങ്കിൽ മാർക്കറ്റിംഗിൽ നിന്ന് രീതിയിൽ പ്ലാൻ ചെയ്തൊന്നുമില്ല. അതിങ്ങനെ നിർബന്ധിതന്, കാരണം പുറത്തുനിന്ന് അല്ലാതെ ഫോട്ടോസ് വരുന്നതുകൊണ്ട് നിർബന്ധിതമായത്. അത് കഴിഞ്ഞത് ഇപ്പോൾ ഒരു ട്രെയിലർ വന്നു. അപ്പോൾ ഈ ജിനിച്ചേട്ടനാണെങ്കിൽ എങ്ങനെ ഞങ്ങൾ പ്രൊമോഷന് പോകുമ്പോൾ സഞ്ജു ഞാൻ ജിനിച്ചേട്ടാ എന്താണ് നമ്മൾ പറയേണ്ടത്, എങ്ങനെയാണ്? അപ്പോൾ ജിനിച്ചേട്ടൻ പലപ്പോഴും പറയും നമ്മൾ കഥയെ പറ്റി ഒന്നും പറയാതെ അങ്ങനെ പറയുന്നതൊക്കെ പറയും. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ പറയേണ്ടത്? പറഞ്ഞു സഞ്ജു ഒരുപാട് പ്രതീക്ഷിച്ച് ഒരുപാട് നമ്മൾ തള്ളി വെക്കൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ ഒരു നോർമലായിട്ട് പറഞ്ഞാൽ മതി. രാജുവേട്ടനും പറയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം, ഭയങ്കര എക്സ്പെക്ടേഷൻ കൂടത്തൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ കയ്യിൽ ചെറിയ പിച്ച് കൊടുത്തു. അപ്പം ഞാൻ എന്തായിരുന്നു രാജുവേട്ടൻ നമ്മൾ ആക്ച്വലി ഇത് പ്രൊമോട്ട് ചെയ്യാൻ പോവാണോ അതോ ഇതിൻ്റെ എക്സ്പെക്ടേഷൻ കുറയ്ക്കാൻ വേണ്ടി ഡിമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഈ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പോകുന്നത്? കാരണം ആൾക്കാരുടെ എക്സ്പെക്ടേഷൻ അത്ര കൂടുതലാണ്.